പാട്ട് പാടുന്നത് നമ്മൾ സഭയായിട്ട് കൂടി വരുമ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരിക്കുമ്പം അവരെ ഉത്സാഹിപ്പിക്കുന്ന പാട്ടുകൾ പഠിക്കാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇതെല്ലാവരെയും സഹായിക്കുന്ന കാര്യമാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുള്ള ഈ മനോഹരമായ പാട്ട് നിങ്ങൾക്കറിയാമല്ലോ. യേശു എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം. Jesus loves me, this I know, for the Bible tells me so. Little ones to him belong, they are weak, but he is strong. പ്രായമുള്ളവർക്ക് വേണ്ടി. Jesus loves me, this I know, though my hair is white as snow, and though my eyes are growing dim, still I'll always walk with him. Yes, join me. Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. നമുക്കൊരു ശിശുവിനെ പോലെ ആയിരിക്കാം. കൂടുതൽ കൂടുതൽ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. കാരണം അപ്പോൾ നമുക്ക് ദൈവത്തെ അനായാസമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ സഭ പണിയുന്നതിനെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ദൈവം വളരെ ബുദ്ധിയുള്ളവരെയോ ശക്തിയുള്ളവരെയോ ഒന്നുമല്ല അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് തങ്ങളുടെ ബലഹീനത തിരിച്ചറിയുന്നവരെ കൊണ്ടാണ്, അവനിൽ ആശ്രയിക്കുന്നവരെ കൊണ്ടാണ്. ഈ വർഷങ്ങളിലെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണത്. നമ്മൾ ചിന്തിച്ചു 3 നിലയുള്ളൊരു കെട്ടിടം പോലെയാണ് സഭയും. അതിൻ്റെ 1ാമത്തെ നില വ്യക്തിപരമായ ദൈവത്തോടു കൂടിയുള്ള നടപ്പാണ്. അത് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. നിങ്ങളുടെ മനസ്സാക്ഷി ശുദ്ധമായിരിക്കട്ടെ. അത് കുറേശ്ശെയായിട്ട് ഇല്ലാതായി പോകുന്നില്ല. നിങ്ങൾക്കൊരിക്കലും അതിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ആ 1ാം നില ഇല്ലാതായാൽ അതിന് മുകളിലുള്ളതെല്ലാം തകർന്നു പോകും. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതകാലം മുഴുവനും വേണം. അതിനുശേഷം നമ്മുടെ കുടുംബജീവിതമാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതുകൂടാതെ നിങ്ങൾക്ക് സഭ പണിയാൻ കഴിയില്ല. കുടുംബജീവിതത്തിൻ്റെ ഈ 2ാം നിലയില്ലാതെ നിങ്ങൾക്കൊരിക്കലും സഭ പണിയാൻ കഴിയില്ല. ആരംഭകാലത്തെ സഭയെക്കുറിച്ചുള്ള എൻ്റെ ചിത്രം, പലതരത്തിൽ സഭയെ നമുക്ക് ചിത്രീകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് സമാഗമന കൂടാരം സഭയുടെ മനോഹരമായൊരു ചിത്രമാണ്. അത് നമ്മൾ പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് പല പല പാഠങ്ങൾ പഠിക്കാനായിട്ട് കഴിയും. ആത്മനിറവുള്ള ആളുകളാണ് അത് പണിതത്. ഈ സമാഗമന കൂടാരം പണിയുന്നിടത്താണ് ആത്മനിറവുള്ളവരെ കുറിച്ച് ആദ്യം പറയുന്നത്. അങ്ങനെ അവരെ കൊണ്ടാണ് ദൈവം ഈ സമാഗമന കൂടാരം പണിതത്. ഇന്നാരെയും ദൈവം തൻ്റെ ആത്മാവുകൊണ്ട് നിറച്ചു. അങ്ങനെ അവർ ആ സമാഗമന കൂടാരം പണിതു. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ യെരുശലേം ദേവാലയം, അതും സഭയുടെ ഒരു ചിത്രമാണ്. അവിടെ ദൈവത്തിൻ്റെ മഹത്വം. ഈ ആലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ അളവ്, അവിടുത്തെ കർട്ടനും അതൊന്നുമല്ല. അവിടെ ഉള്ള ദൈവത്തിൻ്റെ തീയാണ്. ആ തീ അവിടുന്ന് പോയാൽ അത് വെറും ഒരു കെട്ടിടമാണ്. നിന്റെ സഭയിൽ നിന്ന് ആ ദൈവത്തിൻ്റെ തീ പോയാൽ നീ ഏത് സഭയിൽപ്പെട്ട ആളാണെങ്കിലും അത് വെറും ഒരു ബിൽഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ശലോമോൻ്റെ ദേവാലയം, ദൈവത്തിൻ്റെ മഹത്വം അതിനെ വിട്ടുപോയതിന് ശേഷം അത് വളരെ നാൾ നിലനിന്നു. ആളുകൾ അത് കണ്ടിട്ട് പറഞ്ഞു, ഓ എത്ര മനോഹരമായ ഒരു ആലയം, എത്ര ആൾ കൂടുന്ന ഒരു വലിയ സഭ. എന്നാൽ മഹത്വം അവിടെ ഇല്ല. ദൈവമഹത്വത്തിന് പകരം വെളിച്ചം കൊണ്ട് അവരതിനെ അലങ്കരിച്ചു. സംഗീത ഉപകരണങ്ങൾ കൊണ്ട് അവർ ലോകത്തെ അനുകരിച്ചു. ലോകത്തെ പാട്ടുകാരെ പോലെ ശരീരമൊക്കെ ഇളക്കി അവർ പാട്ടുപാടി. ഇങ്ങനെയുള്ള ഒരു കാര്യവും ദൈവത്തിന് മഹത്വം തിരിച്ചു കൊണ്ടിട്ടില്ല. ദൈവം താഴ്മയുള്ളവർക്കാണ് തൻ്റെ കൃപ കൊടുക്കുന്നത്. നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ നിങ്ങൾ കൂടി വരുന്ന ഒരു കുടിലിലായാലും ദൈവമഹത്വം അവിടെ കാണും. വലിയ കെട്ടിടവും അവിടെയുള്ള ദീപാലങ്കാരങ്ങളോ ഒന്നും, അവിടുത്തെ സംഗീതമോ അവരുപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളോ എല്ലാം ഉണ്ടെങ്കിലും ദൈവമഹത്വം അവിടെ ഇല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. നിങ്ങളൊരു സഭയിൽ പോകുമ്പോൾ അവിടെ എന്താണ് നിങ്ങൾ നോക്കുന്നത്? നിനക്ക് സഭ പണിയണം. നീ എന്താണ് നോക്കുന്നത്? പ്രാരംഭമായിട്ട് അവിടെ നടക്കുന്ന സംഗീതമാണോ, അതോ നല്ല സുഹൃത്തുക്കളെയാണോ, അതോ നിന്നെപ്പോലെ തന്നെ കാണുന്ന ആളുകളെയാണോ നീ നോക്കുന്നത്? എൻ്റെ വർഗത്തിൽപ്പെട്ടവർ. നിനക്ക് സഭ പണിയാൻ കഴിയില്ല. കാരണം യേശുക്രിസ്തു തൻ്റെ സഭ പണിയുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവരും ഒരുമിച്ചാണ്. പല തരത്തിലുള്ള ആളുകൾ കൂടുന്നിടത്ത് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ യേശുവിനെ സ്നേഹിക്കുന്നു. അവർക്ക് അവരുടെ ചുറ്റുമുള്ള ലോകത്തെ കാണിക്കാൻ കഴിയും, ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്.
ഒരു വ്യത്യാസവുമില്ല ആളുകൾ ഈ വിഭാഗത്തിൽപ്പെട്ടതോ ആ ജാതിയിൽപ്പെട്ട ആളുകളാണെന്നതിൽ. അതുപോലെ വിദ്യാഭ്യാസപരമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ സഭകളിൽ പല PhD ചെയ്തവരുണ്ട്, സയൻസിൽ ഡോക്ടറേറ്റ് എടുത്തവർ. അതുപോലെ തന്നെ എഴുത്തും വായനയും അറിയാത്തവർ. കാരണം ചെറുപ്പത്തിൽ അവർ വളരെ ദരിദ്രരായിരുന്നു. അതുകൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. മിക്കപ്പോഴും അത് പ്രായമായ സ്ത്രീകളായിരിക്കും. ഇന്ത്യയിലുള്ള നമ്മുടെ സഭകളിൽ അവർക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ല. വേദപുസ്തകം വായിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി അവർ ഓഡിയോ ബൈബിളോ മറ്റെന്തെങ്കിലും കേൾക്കേണ്ടി വരും. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ വളരെ മനോഹരമാണ്. ഞങ്ങൾ ക്രിസ്തുവിൽ ഒന്നാണ്. ഇങ്ങനെ ഒരു സഭ പണിയുന്നെങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. നിങ്ങൾ ആ മൂന്നാം നിലയെക്കുറിച്ച് ചിന്തിക്കൂ. ഒരു ജാതിക്കാർ കൂടിയ ഒരു സഭയായിരിക്കരുത്. അവിടെ വരുന്ന എല്ലാവരും ഒരു ജാതിക്കാർ. എല്ലാവരും വളരെ ജ്ഞാനികളാണ്. അത് യേശുക്രിസ്തു പണിയുന്ന സഭയായിരിക്കുകയില്ല. നമുക്കൊരുമിച്ച് കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് പോകാം. ഇവിടെ പറയുന്നത് കൊലോസ്യ ലേഖനം 3:10-11 തന്നെ സൃഷ്ടിച്ചവൻ്റെ പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. സൃഷ്ടിച്ചവൻ്റെ പരിജ്ഞാനപ്രകാരം നിങ്ങൾ പുതുക്കം പ്രാപിക്കുന്നെങ്കിൽ, ഈ പുതുക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കൊലോസ്യർ 3:11 നിങ്ങൾക്കൊരു വ്യത്യാസവും കാണത്തില്ല. ഒരു വ്യത്യാസവും യവനനെന്നോ യഹൂദനെന്നോ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, യഹൂദന്മാർ അതിരാവിലെ അവർ എഴുന്നേറ്റ് ദൈവത്തോട് ഇങ്ങനെ പറയും, കർത്താവേ നന്ദി, ഞാനൊരു യഹൂദൻ ആയിരിക്കുന്നതിനായിട്ട്, ജാതിക്കാരനല്ല, ഞാനൊരു സ്ത്രീയല്ല, ഞാനൊരു അടിമയല്ല. എന്നാൽ അതെല്ലാം ഇന്ന് ഇടിക്കപ്പെട്ടു. സഭയിൽ യഹൂദനും അല്ലാത്തവനും ഉണ്ടായിരിക്കും. അതുപോലെ അടിമ, അതുപോലെ തന്നെ സ്ത്രീകളും. യഹൂദന്മാരുടെ സിനഗോഗിൽ സ്ത്രീകൾക്ക് സ്ഥാനമില്ലായിരുന്നു. യേശു വന്ന വ്യവസ്ഥ മുഴുവൻ ഇടിക്കപ്പെട്ടു. നാം പിന്നെയും അത് പണിയരുത്. പരിച്ഛേദനക്കാരും അഗ്രചർമ്മിയും ആത്മീയ ആചാരങ്ങൾ അതും നമ്മൾ കാര്യമാക്കാൻ പാടില്ല. ബർബരൻ, അതുപോലെ ശകൻ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഉന്നത കുലജാതനായ ഒരു യവനൻ ഒരു ബർബരൻ്റെ അടുത്ത് സഭയിലിരിക്കുന്നത്. ഈ ബർബരന്മാർ വലിയ സംസ്കാരമില്ലാത്തവരാണ്. അവർ വലിയ സംസ്കാര സമ്പന്നരൊന്നുമല്ല. അവർക്ക് താങ്ക് യു എന്ന് പറയാനോ സോറി എന്ന് പറയാനോ ഒന്നും അറിയില്ല. അവർ നിൻ്റെ കാലിൽ ചവിട്ടിട്ട് അങ്ങനെ കടന്നു പോകും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെ സഭയിലിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നതിനെ പറ്റി. അവർ മോശക്കാരായതുകൊണ്ടല്ല, ഈ സംസ്കാരം അവർ പഠിച്ചിട്ടില്ല. താങ്ക് യു എന്ന് പറയാനോ സോറി എന്ന് പറയാനോ ഒന്നും അവരുടെ കുഞ്ഞുങ്ങളെ അവർ പഠിപ്പിച്ചിട്ടില്ല. അവർക്കതൊന്നും അറിയില്ല. എന്നാൽ അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഈ ശകൻ എന്ന് പറയുന്ന ആരാന്ന് എനിക്ക് ഒരിക്കലും അറിയുമായിരുന്നില്ല. ശകൻ എന്ന് പറഞ്ഞാൽ ബർബരന്മാരെന്ന് വിളിക്കുന്നവരാണ് അവർ. അവർ പറയും ഇവർ ഞങ്ങളെ പോലല്ല. അവർ ബർബരന്മാരെക്കാൾ ഒരു ചുവട് താഴെയാണ്. ഞാൻ പറഞ്ഞു, ഓ എന്തൊരു നല്ല സഭ, അങ്ങനൊരു സഭയിൽ എനിക്കായിരിക്കണം. അവിടെ വളരെ സംസ്കാരമുള്ള വലിയ വിദ്യാഭ്യാസമുള്ളവരിയ്ക്കുന്നു. അവിടെ തന്നെ നിങ്ങൾക്ക് ഇനിയും താഴോട്ട് പോകാൻ കഴിയാത്തത്ര താഴ്ന്ന ആളുകളിരിക്കുന്നു. അവർ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നു. അവരെ ബന്ധിപ്പിക്കുന്ന കാര്യം എന്നാ? വിദ്യാഭ്യാസമല്ല, അവർ ജീവിക്കുന്ന വീടുകളുടെ വലിപ്പമല്ല. ഒരാൾക്ക് 5 മുറിയുള്ളൊരു വീട്, മറ്റൊരാൾ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്നു. ഞങ്ങൾക്ക് ചില സഹോദരന്മാരുണ്ട് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ചില സഭകളിൽ. അവർക്കാകെയുള്ളത് ഒരു മുറിയാണ്. അവിടെയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, അവിടെയാണ് അവർ ഉറങ്ങുന്നത്, എല്ലാ കാര്യവും ചെയ്യുന്നത് അവിടെയാണ്. മിക്കപ്പോഴും അവരുടെ വീട്ടിലൊരു ബാത്റൂം ഉണ്ടായിരിക്കില്ല. അവർ സാധാരണ പോകുന്ന അവരുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒരു കാട് പിടിച്ച സ്ഥലത്തായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു. അവർ വളരെ ദരിദ്രരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളൊരു സഭ തുടങ്ങി. ഞങ്ങളാണ് ആദ്യമായിട്ട് ആ ഗ്രാമത്തിലൊരു ബാത്റൂം ഉണ്ടാക്കിയത്. സഭ ആണ് അത് പണിതത്. അതിനുശേഷം മറ്റു പലരും അത് പിന്തുടർന്നു. ആദ്യകാലത്ത് അവരങ്ങനെയാണ് ജീവിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത്, ഞങ്ങൾ കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ടോയ്ലറ്റ് പണിത് കൊടുത്തു. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ആ സ്ഥലത്ത് പോകുമ്പോൾ നമ്മളും അതിന് തയ്യാറാണ്. ഞാനും എൻ്റെ ഭാര്യയും ആ സ്ഥലത്ത് പോകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളും ആ കാട്ടിലാണ് പോയത്. നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവർ കനാനിലേക്ക് യാത്ര ചെയ്ത് പോയപ്പോഴും ഇതുപോലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ, എനിക്കിത് വേണം അത് വേണം സൗകര്യങ്ങളൊക്കെ വേണം, സഹോദര സഭ പണിയെന്ന് മറന്നു കളയുക. പോയി വേറെ എന്തെങ്കിലും കച്ചവടം ചെയ്യുക. അങ്ങനെ പണം സമ്പാദിച്ച് സുഖമായിരിക്കുക. സഭ പണിയണമെങ്കിൽ നീ നിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും വിട്ടുകളയാനായിട്ട് തയ്യാറുള്ള ഒരാളായിരിക്കണം. നിങ്ങൾ വിലയുണ്ടെന്ന് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾ പറയുകയാണ്, എനിക്ക് ആളുകളെ യേശുവിലേക്ക് നടത്തണമെന്ന് ചിന്തിക്കുകയാണോ?
ഒരുപക്ഷേ ഈ മനുഷ്യർ നിങ്ങളെപ്പോലുള്ളവരായിരിക്കുകയില്ല. അവർക്ക് നിങ്ങളുടെ സംസ്കാരമില്ല, വിദ്യാഭ്യാസമില്ല, ഒരുപക്ഷെ അവർക്ക് വൃത്തി കാണത്തില്ല, ഒരുപക്ഷെ ഒരു ബർബറിന് അത് പഠിക്കാനായിട്ട് സമയമെടുത്തെന്ന് വരും. നിന്റെ മുമ്പിൽ നിന്നവൻ മൂക്ക് ചീറ്റും, ചിലപ്പം കുറച്ച് തെറിച്ച് നിന്റെ ദേഹത്തും വീഴും, നീ അത് വിട്ടുകളയും. ഇങ്ങനെയുള്ള ആളുകളോട് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? എന്നാൽ അവർ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. അവർക്ക് നിങ്ങളുടെ സംസ്കാരമില്ല. ഞാൻ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ പോയിട്ടുണ്ട്. അവർ യേശുവിനെ സ്നേഹിക്കുന്നു. കുറേശ്ശായിട്ട് അവർക്ക് വ്യത്യാസം വരും. അവരെ അങ്ങനെ വിടണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അങ്ങനെ അവർ പഠിച്ച് വളരാനിടയാവും. അവരുടെ സ്കൂളിലെ അതുപോലെ കോളേജിലെയും വിദ്യാഭ്യാസം ഫീസ് കൊടുത്ത് അവരങ്ങനെ തുടരണമെന്നല്ല. എന്നാൽ അവരാദ്യം വന്നപ്പോൾ ഈ പുറമേയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ നിർബന്ധ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പറയുകയാണ്, നീ ഒരിക്കലും സഭ പണിയില്ല, മറന്നു കളയുക. ഒരുപക്ഷെ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു ബാർബരന്മാരും കാണത്തില്ല, അതിനൊരു കുഴപ്പമില്ല. എന്നാൽ മറ്റു ചില തരത്തിൽ അവർ നിങ്ങളിൽ വ്യത്യസ്തരായിരിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് സഭയിൽ ഒരു വ്യത്യാസവുമില്ല. ദാസനോ സ്വതന്ത്രനോ, ക്രിസ്തുവാണ് എല്ലാവരിലും എല്ലാം.